ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു മിഷൻസും ഇല്ല, ഒരു പണിയും ഇല്ല. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ചാനലിലേക്ക് പോയിട്ട് കണ്ടാൽ മതി ഈ ബ്ലാക്ക് ഡിഫൻഡർ എങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ടോമിയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. ടോമിയല്ലല്ലോ, ടോണി. ഓക്കെ. അയ്യോ എൻ്റെ മോനെ. യോ ഗേസ്, എന്താ സ്റ്റാർട്ടാവാത്തേ? സ്റ്റാർട്ടാവ്. സ്റ്റാർട്ടാവണില്ല. പണ്ടാരം രാവിലെ തന്നെ ഇത് എന്തടി, ഇത് വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടി, അതുകൊണ്ടാണ് ഗേസ് അങ്ങനെ സംഭവിച്ചത്. നമുക്ക് എന്തായാലും ബൈക്കുണ്ട്, നമ്മുടെ ഔഡിക്കാരൻ നമ്മൾ വിറ്റു. ഓക്കെ, ഇനി ഈ ബൈക്ക് കൂടെ വിൽക്കണം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ടോണിയുടെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പറപ്പിച്ച് വിടുകയാണ് സുഹൃത്തുക്കളെ. ചേച്ചി മാറ്, നമുക്ക് എന്തായാലും ടോണിയുടെ വീട്ടിൽ പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ ടോണി ഇവിടെ ഇല്ലേ? ടോണി ഹലോ, ആരും ഇല്ലേ? അവിടെ ടോണി ഇല്ലല്ലോ. നമുക്കെന്തായാലും മൊബൈലിൽ വിളിച്ചു നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും വിളിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളവനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ഇല്ല, അവൻ മറ്റേ അമേരിക്കയിൽ ഏതൊരു മിഷൻ ചെയ്യാൻ പോയി. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് മറ്റേ ഡിഫൻഡർ ശരിയാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അതിപ്പോൾ എന്തോ തകരാറ് പറ്റി. എനിക്ക് തോന്നുന്നത് പഴയ ഡിഫൻഡറിനെ എടുത്ത് പെയിൻ്റ് ആക്കിയിട്ട് ഇമാർ കണ്ടെയ്നറിലിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിട്ടതായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മളെന്തായാലും ഒരു പണിയില്ലാതിരിക്കുകയില്ലേ. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഒരു മിനിറ്റ് ഗേസ്, ഞാനവിടെ വന്നപ്പോൾ ഒരു വണ്ടി ശ്രദ്ധിച്ചു. ഇത് ആരുടെ വണ്ടിയാണ്? നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ വെക്ടറിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഞാൻ എന്താ പറയണേ? വെക്ടർ ഞാനല്ലേ? അപ്പോൾ അവ എവിടെയെങ്കിലും കാണുമല്ലോ. ഹലോ, എടാ നീ ഇന്തോനേഷ്യയിൽ നിന്ന് ഇതെപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി, ഒരു 2 ദിവസമായി. ഞാൻ നിന്നെ അവിടെ തപ്പി നടക്കായിരുന്നിട്ടേ മച്ചു. എടാ ഞാൻ എവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കാടാ. എനിക്കെന്തേലും പണിയുണ്ടോ? എനിക്കൊന്ന് പറഞ്ഞാടാ. ഞാൻ ഇന്തോനേഷ്യയിലൊരു ബസ്സാണ് ഓട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നീ എന്തായാലും അങ്ങോട്ട് വിട്ടോ, ഞാനിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. ശരിയാടാ. ഓക്കെ ഗേസ്, അങ്ങനെ നമുക്ക് നമ്മുടെ എന്താണ് പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇന്തോനേഷ്യയിലോട്ട് പോവാം. എന്നാൽ ശരിയാടാ, ഞാൻ പോയിട്ട് വരാം. എൻ്റെ വീട് നോക്കിക്കോണേ. ശരിയാടാ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് എയർപോർട്ട്. നടന്ന് വന്നാൽ മതിയായിരുന്നു. ഗേസ്, ഇപ്പോഴാണ് ഇതെന്താ വലിയ പ്ലെയിനാണോ ഞാൻ പോകേണ്ടത്? ഗേസ്, വലിയ പ്ലെയിൻ. എന്നാൽ ഗേസ്, ഇനി നമുക്ക് ഇന്തോനേഷ്യയിൽ വെച്ച് കാണാം. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ, പ്ലെയിൻ്റെ ഡോർ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ബായ്. ഗേസ്, ഞാനങ്ങനെ ഇന്തോനേഷ്യയിൽ വന്നേക്കാണ്. ഓക്കെ, അവിടെ നിന്ന് കുറേ ബസ്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ അവിടെ വെക്ടറിൻ്റെ കൂട്ടുകാരനില്ലേ, അതായത് എൻ്റെ കൂട്ടുകാരനില്ലേ ഇന്തോനേഷ്യയിലുള്ള, അവൻ്റെ വണ്ടി. ഓക്കെ ഗേസ്, നമുക്ക് ഇവിടെ നിന്നാണ് ആളെ പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ആളെ പിക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അയ്യോ, സ്പ്രേ ഒക്കെ കൊടുത്തില്ലാന്നെങ്കിൽ ഇപ്പോൾ പോയേനെ. നമുക്ക് എന്തായാലും ആൾ കയറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, ഇവിടെ അങ്ങനെ ആളൊക്കെ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. മച്ചാൻ്റെ വണ്ടി ഹെൽത്ത് 1% കുറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് സൗണ്ടാ? ഇന്തോനേഷ്യയിൽ ബസ്സൊക്കെ കിടിലാണ്. പിന്നെ ഇതിൽ വേറൊരു സ്വിച്ചുണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഇരുട്ട് വരുമ്പോൾ നമുക്കിടാം ഗേസ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി അങ്ങോട്ട് കത്തിക്കുകയാണ്.
ഇതിൽ പിന്നെ ഹോണൊക്കെ അടിക്കാൻ പറ്റും ഗൈസ്. എൻ്റെ വൈബാണ്. നമ്മളങ്ങനെ കത്തിച്ച് വിടാണ്. നമുക്കിപ്പോൾ ലൈറ്റൊക്കെ ഇടാൻ പറ്റും. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിലിപ്പോൾ 150 ലിറ്റർ പെട്രോളുണ്ട്, അതുകൊണ്ട് സീനില്ല. എന്തായാലും നമുക്ക് വേഗം കൊണ്ടുവന്ന് എത്തിക്കാം. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മഴ പെയ്യേണ്ടതാണ്. ഇതെന്തോ മഴയൊന്നും പെയ്തില്ലല്ലോ. മഴ പെയ്യാത്തതാണ് നല്ലത്. ഇത് ഓട്ടിക്കുമ്പോൾ നമുക്ക് റിയലായിട്ട് ബസ് ഓട്ടിക്കുന്നൊരു ഫീൽ കിട്ടും. അത്രയ്ക്ക് ഗ്രാഫിക്സാണ്. ഞാനെല്ലാം ഹൈ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അയ്യോ, ഇപ്പോൾ HP കുറഞ്ഞേനെ, വണ്ടിയുടെ ഹെൽത്ത് കുറഞ്ഞേനെ. ഒന്ന് മാറ് കേട്ടോ ചേട്ടൻ. അല്ല, ഞാനൊന്ന് പോട്ടെ. ഞാനെന്തിനാണിപ്പം ബ്രേക്ക് പിടിച്ചേ? 1 മിനിറ്റ്. അയ്യോ, എവിടെയൊക്കെയാണോ വണ്ടി ഓടിക്കുന്നത്? ഗൈസ്, മഴയുടെ കാര്യം പറഞ്ഞുള്ളൂ, അപ്പോഴേക്കും മഴ വന്ന്. ഗൈസ്, അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലുള്ള സംഭവം കാണിച്ചു തരാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഇതാണ് ആ പ്രത്യേകത. ഒരു കിഡിലൻ എന്താണ് ഗൈസ്, മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് ആ ബസ്സിൻ്റെ മോഡിഫിക്കേഷൻ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ കത്തിച്ച് വിടാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ കത്തിച്ച് വിടാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. ഏകദേശം ഇല്ല ഗൈസ്, കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞതാണ്. എൻ്റെ അമ്മച്ചി, അതെന്ത് പരിപാടിയാണ് ഗൈസ്? നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. അവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വണ്ടിയിലോട്ട് കയറാൻ പറ്റത്തില്ല. നൈസ്, അടിപൊളി. ഇതിൻ്റെ ഇടയിലും കയറാൻ പറ്റത്തില്ല. ഇത് എന്താടേ? ഓക്കെ, നമുക്ക് ബാക്കിൽ കൂടെ പോയി നോക്കാം. എന്താണ് ഗൈസ്? അയ്യോ ഗൈസ്, ടയർ പഞ്ചറായല്ലോ. ഇപ്പം എന്തോ ചെയ്യും ഗൈസ്? ടയർ പഞ്ചറായി. അപ്പോൾ ഗൈസ്, ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.